ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് വെണ്ട, പയർ, ചീര ഒക്കെയാണ് നടുന്നത്. അന്ന് നമ്മൾ വേരെടുത്തോടത്തായിട്ട് കുറച്ച് മണ്ണൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ പച്ച വല കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ടുണ്ട്. കോഴികളൊക്കെ വന്ന് നശിപ്പിക്കാൻ, അതുകൊണ്ടാണ്. നേച്ചിപ്പം പയറിനുള്ള ഇരയാണ് എടുക്കുന്നത്. കൈക്കോട്ട് എടുക്കണ കണ്ട അപ്പൂസ് അവൻ്റെ കൈക്കോട്ട് എടുത്ത് തരും. അച്ഛൻ എന്താണ് ചെയ്യുന്നത് അതൊക്കെ അവനും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യാം. അതിലിടയ്ക്ക് അപ്പൂസ് ക്ഷീണം വന്ന് പൂളേൻ്റെ കൊമ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ മാടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മഴ പെയ്യുന്ന തലേ ദിവസമാണ് നട്ടത്. അതുകൊണ്ട് തന്നെ 2 ദിവസം മടഞ്ഞ മഴയൊക്കെ ആയപ്പോൾ അത് മുളച്ചില്ല. അപ്പോൾ ഒന്നും കൂടെ മാടിയിട്ട് നമ്മളതിൽ വളമൊക്കെ ഇട്ടിട്ടാണ് നടുന്നത്. അച്ഛൻ വേരെടുത്താലും നമ്മൾ വെണ്ണൂറും ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേരെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലും അതൊക്കെ ചേർക്കുന്നുണ്ട്. അന്ന് നമ്മൾ വെണ്ണൂറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, ചാണകപ്പൊടിയും ആട്ടും കാഷ്ടം ചേർത്തില്ലായിരുന്നു. അപ്പം ഇനി അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വേര് നന്നാക്കുകയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എല്ലാവരും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതും. രണ്ടുപേരും കൂടി വെണ്ടയ്ക്ക നടുന്നുണ്ട്. ഞാൻ നട്ടോളാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് നടുകയാണ്. പക്ഷേ നട്ടതിൻ്റെ മുകളിൽ കൂടെ തന്നെ കീറി പോവുകയാണ് മറ്റാൾ. ലാസ്റ്റ് അവനെ അവിടെ നിന്ന് പായിപ്പിക്കേണ്ടി വന്ന്. ഇനി പയറാണ് നടുന്നത്. ഇനി നമുക്ക് പുറത്തായിട്ട് കുറച്ച് മണ്ണ് നികത്തിയിട്ടെടുത്ത് ചീര പാവാം. അച്ഛൻ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി മുളയ്ക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ശരി, ടാറ്റാ, ബൈ.